പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ പക്ഷി നിരീക്ഷകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ സി സുശാന്ത് കുമാർ അതിഥിയായി പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എം പി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളം അതിൻ്റെ ഹരിത മനോഹര ഭംഗിയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ ഹരിതചാരുത പകരുന്ന വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ കായലുകളിൽ, ചതുപ്പ് നിലങ്ങളിൽ നിറയെ പക്ഷികളുണ്ട്, നിറയെ പൂക്കളുണ്ട്. ഈ പൂക്കളിലെല്ലാം ശലഭങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഇത്തരം സസ്യ പക്ഷി ശലഭ കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ യശശരീരനായ ഡോക്ടർ സലിമലി ഉൾപ്പെടെയുള്ള ധാരാളം പക്ഷി ശലഭ നിരീക്ഷകരുടെ ഒരു പ്രിയപ്പെട്ട ഇടം കൂടിയാണ് കേരളം. എന്ന് മാത്രമല്ല, കേരളത്തിൽ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടൻ മുതലുള്ള ഒരുപാട് പക്ഷി നിരീക്ഷകർ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിലെ അതിഥി ഒരു പക്ഷി ശലഭ നിരീക്ഷകനാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, സോയിൽ കൺസർവേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് മാത്രമല്ല, ഇതിനെയൊക്കെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ചും ശലഭങ്ങളെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളും കൂടിയാണ് ശ്രീ സി സുശാന്ത് കുമാർ. സ്വാഗതം സർ പരിപാടിയിലേക്ക്. താങ്ക് യു സാറ്. വാർബ്ലേഴ്സ് ആൻഡ് ബേർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പക്ഷി നിരീക്ഷക സംഘടനയുടെ രക്ഷാധികാരി കൂടിയാണ്. നമുക്ക് ഈ വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ചോദിക്കാം. നമുക്ക് ചുറ്റും ഒരുപാട് പക്ഷികളുണ്ട്, ശലഭങ്ങളുണ്ട്. എങ്കിൽ കൂടി നമ്മളൊന്ന് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ സാധാരണ ആൾക്കാർ വിചാരിക്കാറില്ല. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു താല്പര്യം വരുന്നത്? ചെറുപ്പകാലം മുതൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇപ്പോൾ ഇന്ദിരാനഗർ എന്ന് പറയുന്ന ഒരു റെസിഡൻസസ് ആണ്. തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ ഇന്ദിരാനഗറിലാണ്. നേരത്തെ അത് പുന്നവിള തോപ്പ് എന്ന് പറഞ്ഞിട്ട് പുന്നകളും അതുപോലെ തന്നെ കുളങ്ങളും ഒക്കെ ഉള്ളൊരു വലിയൊരു വിശാലമായ സ്ഥലമാണ്. അപ്പം തുമ്പികളെയും ചിത്രശലഭങ്ങളെയും പക്ഷികളെയൊക്കെ നോക്കി നടക്കുവാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലും എൻ്റെ അമ്മൂമ്മയായിരുന്നാലും മറ്റ് മുതിർന്ന ആൾക്കാർക്കായിരുന്നാലും പക്ഷികളുടെ പേരൊക്കെ അറിയാം. പക്ഷികളെയൊക്കെ വളരെ ഉപദ്രവിക്കരുത്, അവയെ നന്നായി നോക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഓലഞ്ഞാലി, അതുപോലെ കരിയിലക്കിളി, മഞ്ഞക്കിളി, ഇരട്ടത്തലച്ചി, ബുൾബുൾ, ഈ പക്ഷികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അറിയാമായിരുന്നു. ഇവയുടെ പേരും അറിയാമായിരുന്നു. പക്ഷെ പിന്നീട് അത് വളരെ ഗൗരവമായിട്ട് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് ചില പക്ഷികളെ, വീട്ടിൽ കാണാത്ത പക്ഷികൾ, ചിലത് നല്ല ഭംഗിയുള്ള വെളുത്ത വാലുള്ള ഒരു പക്ഷി വരാറുണ്ടായിരുന്നു. അതുപോലെ വളരെ ചെറിയ നേർത്ത ചുണ്ടുകൊണ്ട് നമ്മുടെ ചെമ്പരത്തിയിൽ തേൻ കുടിക്കുന്ന ചില കുരുവികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അത് ഏത് പക്ഷിയാണെന്നറിയാനുള്ള ഒരു കൗതുകമുണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ തേടി നടന്നപ്പം ഈ പ്രൊഫസർ കെ നീലകണ്ഠൻ, ഇന്ദുചൂടൻ സാറിൻ്റെ പക്ഷികളെ അറിയാം, പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു പുസ്തകം ലഭിക്കുകയുണ്ടായി, ഒരു എക്സിബിഷന്. അതോടൊപ്പം തന്നെ ബോംബെ നെറ്റ് സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന വാച്ചിങ് ബേർഡ്സ് എന്ന് പറഞ്ഞ ജമാൽ ആരയുടെ ഒരു പുസ്തകം. കുട്ടികൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് കൗതുകമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതിൽ പക്ഷികളുടെ പടം വരച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ വിവരണമുണ്ട്. പെട്ടെന്ന് നമുക്ക് പക്ഷി നിരീക്ഷണത്തിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന ഒരു ബുക്കായിരുന്നു. അതും വായിച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടി സമീപത്തുള്ള കുറച്ച് പക്ഷികളെ നന്നായി പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നീട് ആണ് അറിഞ്ഞത് ഇന്ദുചൂടൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ നീലകണ്ഠൻ സാറിനെ കാണുവാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. അന്ന് ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ അത്രത്തോളം കാണാറില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രോഗ്രാമിൽ വളരെ വിശദമായി ഓരോ ദിവസത്തെയും പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ കേരള നേച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വരയാടുകളെക്കുറിച്ച്, നീലഗിരിയിൽ കാണുന്ന വരയാടുകളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണവും, അത് അധ്യക്ഷൻ പ്രൊഫസർ കെ നീലകണ്ഠനാണെന്ന് കണ്ടു. അങ്ങനെ ആ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പോവുകയും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെയധികം ലളിത സ്വഭാവക്കാരനും വളരെ വിനയത്തോടുകൂടി നമ്മൾ ചോദിച്ച ഓരോ പക്ഷി സംശയത്തിനും വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് വളരെ ലളിതമായി ഉത്തരം പറഞ്ഞു. ഞങ്ങളൊരു പക്ഷിയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങോട്ട് അനുകരിച്ച് കേൾപ്പിക്കും, ഈ പക്ഷിയാണോ എന്ന് വയ്ക്കും. നമുക്ക് വളരെയധികം അതിശയമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷി നിരീക്ഷണത്തിലേക്കുള്ളൊരു ശരിക്കുള്ള വഴിത്തിരിവുണ്ടായത് പ്രൊഫസർ കെ നീലകണ്ഠനെ പരിചയപ്പെടുമ്പോഴാണ്. അപ്പോൾ നീലകണ്ഠൻ സാറിനെ പരിചയപ്പെട്ടു. പിന്നെ ഇത് വീട്ടിന് ചുറ്റുമുള്ള പക്ഷികൾ കുറേയൊക്കെ തന്നെ അറിയാമായിരുന്നു. കുറച്ചുകൂടി ഗൗരവമായി ഒരു നിരീക്ഷണ സ്വഭാവത്തിൽ തന്നെ ക്യാമ്പുകളിലേക്ക്, അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ എത്തുന്നത് എപ്പോഴാണ്? നീലകണ്ഠൻ സാറിനെ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ വളരെയധികം അഗസ്ത്യകൂടം, പൊന്മുടി, ഇങ്ങനെയുള്ള മല കയറുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു, ട്രെക്കിംഗ് ഓക്കെ കൊള്ളാം, പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കാട്ടിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിൽ പോകുന്ന പക്ഷികളെ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ അതിന് പക്ഷികളെക്കുറിച്ച് കൂടുതലൊന്ന് സീരിയസ് ആയിട്ട് പഠിച്ചുകൂടെയും ചോദിച്ചു. അങ്ങനെയാണ് അതിലേക്കൊരു വഴിത്തിരിവുണ്ടായത്. അപ്പോൾ 1984 ഞങ്ങളുടെ വീട്ടിനടുത്തൊരു അതുവരെ കാണാത്തൊരു പക്ഷിയെ, അന്ന് ഇരുമരം ഏല എന്നാണ് പറയുന്നത്, ഇന്ന് ആ വയലുകളൊന്നുമില്ല,
അവിടെ ഒരു പക്ഷിയെ കണ്ടു. ആ പക്ഷിയുടെ കൂടെ തന്നെ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. അപ്പോൾ അതിനു മുമ്പ് അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ അതിൻ്റെ അന്ന് ഫോട്ടോ എൻ്റെ ഒരു സുഹൃത്തിന് ക്യാമറയിൽ സാധാരണ ലെൻസിലൊരു അതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ അതും കൊണ്ട് നീലകണ്ഠൻ സാറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത് അപൂർവമായ ഒരു കണ്ടെത്തലാണ്. 100 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഫർഗൂസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ കണ്ടതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ടാണ് വീണ്ടും ഈ പക്ഷിയുടെ കൂടുകെട്ടിൽ കാണുന്നത്. പെയിൻറ്റഡ് സ്നേപ്പ് എന്ന് പറഞ്ഞ കാളിക്കാടാന്ന് പറഞ്ഞൊരു പക്ഷി. ആ റിപ്പോർട്ട് സാറ് എന്നെ തയ്യാറാക്കി അത് ബോംബെ സൊസൈറ്റിയുടെ ജേർണലിൽ അയച്ചെടുക്കുക, അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അടുത്ത വഴിത്തിരിപ്പുണ്ടായത്. അതിൽ വന്നതോടുകൂടി നീലകണ്ഠൻ സാർ ഞങ്ങളെ കേരള സൊസൈറ്റി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അതിൽ അംഗമാകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ മ്യൂസിയത്തിൽ വെച്ചിട്ട് നീലകണ്ഠൻ സാറിൻ്റെ നേതൃത്വത്തിലൊരു മീറ്റിംഗ് ഉണ്ടാവും. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ പോയിരുന്ന എല്ലാ മുതിർന്ന ആൾക്കാരാണ്, റിട്ടയർഡ് IAS ഓഫീസർ, IFS ഓഫീസർ, മ്യൂസിയത്തിലെ വെറ്റിനറി ഡോക്ടർ, അതുപോലുള്ള എല്ലാം, ശർമാജി എന്ന് പറയുന്ന ശർമാജി സാറ്, അവരെല്ലാവരും പങ്കെടുക്കുന്ന. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് സുഗമ ടീച്ചറുടെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് പങ്കാളികളാൻ കഴിഞ്ഞു നീലകണ്ഠൻ സാർ വഴി. അങ്ങനെ ഒരു പ്രകൃതിയും പരിസ്ഥിതിയും പക്ഷികളൊക്കെ കുറച്ചുകൂടെ ഗൗരവമായി കാണണമെന്നും അതിനെക്കുറിച്ച് പഠിക്കുമ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് കുറച്ചുകൂടി ഗൗരവമായിട്ടൊരു ഹോബിയെന്നുപരി ഒരു പഠനത്തിലേക്ക് അത് വന്നത്. ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ്. നമുക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ട് ഇനി തുടർന്ന് സംസാരിക്കാം. ഏത് പാട്ടായിരിക്കും? ശ്രീ ജയചന്ദ്രൻ്റെ ഓലഞ്ഞാലി കുരുവി എന്നുള്ള ഓലഞ്ഞാലി പക്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. ആ പാട്ട് അദ്ദേഹം അടുത്ത കാലങ്ങളിൽ പാടിയൊരു പാട്ടാണ്. പക്ഷേ വളരെ നല്ലൊരു പാട്ടാണ്. അത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. 1983 എന്ന സിനിമയിലെ പാട്ടാണത്. ജയചന്ദ്രനും വാണി ജയറാമും പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ഓലഞ്ഞാലിയെക്കുറിച്ച് പറയുന്നു. അത് പൊതുവെ കുരുവി എന്ന് തെറ്റിദ്ധരിച്ച് ആണ് പൊതുവെ എഴുതി കണ്ടിട്ടുള്ളത് പാട്ടുകളിലും ഒക്കെ. എന്ന് മാത്രമല്ല ഓലഞ്ഞാലിയെ കുറച്ച് സോഫ്റ്റ് നേച്ചേർഡായിട്ടാണ് പൊതുവെ കവികൾ കണ്ടിരിക്കുന്നത്. ഓലഞ്ഞാലി എന്നുള്ള പേര് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഓലഞ്ഞാലിയുടെ പ്രകൃതിയിലെ ഒരു ധർമ്മം എന്താണ് സാർ? ഓലഞ്ഞാലി ഇപ്പം ഞങ്ങളുടെ നാട്ടുമ്പുറം നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് അതിനെ ഓലഞ്ഞാലി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീടാണ് പുസ്തകത്തിൽ തന്നെ ഓലഞ്ഞാലി എന്നാണ് എൻ്റെ പേരെന്ന് മനസ്സിലായത്. അപ്പോൾ ഓലഞ്ഞാലി ശരിക്കും പ്രകൃതിയിലെ ഒരു പ്രെഡേറ്റർ എരപിഡിയൻ പക്ഷിയാണ്. പ്രകൃതിയിൽ അങ്ങനെ ഉണ്ടാവും. എരപിഡിയൻ പക്ഷികളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പക്ഷികളിലെ കൂടുതൽ പ്രജനനം, ഉൽപ്പാദനം അതിനെ നിയന്ത്രിക്കുക. അതാണ് ഓലഞ്ഞാലിയുടെ ഒരു ധർമ്മം. അപ്പോൾ ഓലഞ്ഞാലി ഒരിക്കലും ഒരു സോഫ്റ്റായിട്ടുള്ളൊരു പക്ഷിയല്ല. നമ്മളങ്ങനെ കരുതുന്നുണ്ടെങ്കിലും ഓലഞ്ഞാലി മറ്റു പക്ഷികളുടെ കൂടിൽ കയറി മുട്ട, ചില നാട്ടിൻപുറങ്ങളിൽ മുട്ടക്കള്ളൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിക്കുക, പക്ഷികളെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇത് ഓലഞ്ഞാലിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ചെമ്പോത്തിനും. ചെമ്പോത്തും നമ്മൾ വളരെയധികം ദിവ്യമായി കരുതുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ അതിലെ പ്രകൃതിയുടെ ധർമ്മം വേറെയാണ്. അതും ഇതുപോലെ പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ വേട്ടയാടുകയും മുട്ട ഇത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്. അപ്പം നമുക്കാണ് ആ ധർമ്മം നമ്മൾ പാലിക്കാത്തത്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന വെറുതെ തന്നെ നമ്മൾ ആൾക്കാരെ പ്രതികാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിലും ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ നമ്മൾ കൊലപാതകം നടത്തും. പക്ഷേ പക്ഷികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷികൾ അവിടെ ആഹാരത്തിന് വേണ്ടി മാത്രമേ. ഇപ്പോൾ കടുവ ഇരുന്നാലും ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അവയ്ക്ക് പരിക്ക് പറ്റുമ്പോഴൊക്കെയാണ് അവ മനുഷ്യനെ ആക്രമിക്കുന്നത്. പ്രകൃതി അങ്ങനെ ഒരു ബാലൻസ് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരാണ് അതിനെ കടന്നു കയറി നമ്മളതിനെ നശിപ്പിക്കുന്നത്. അങ്ങനെ ഓലഞ്ഞാലി കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. എൻ്റെ ഓലയിലുള്ള ഊഞ്ഞാലാട്ടം വളരെ ഭംഗിയുള്ള പക്ഷിയാണ്. പക്ഷേ എൻ്റെ ധർമ്മം ഇങ്ങനെയാണ് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചുറ്റുമുള്ള പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ കൂടി അറിയുന്ന ഒരു കാര്യം കൂടിയല്ലേ. അപ്പോൾ കുട്ടികൾ മുതൽ ഇത് പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാകാൻ പക്ഷികളെയും ശലഭങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. കുട്ടികൾ ശബ്ദം കൊണ്ട് വളരെയധികം ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചിത്രശലഭ ഉദ്യാനം ഞങ്ങൾ 2000 കേരളത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് സ്കൂളുകൾ സ്ഥാപിച്ചു. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചിത്രശലഭങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, പെട്ടെന്ന് നിരീക്ഷിക്കാൻ പറ്റും, അവിടെ പിന്നാലെ ഓടുക. അപ്പം അങ്ങനെ നമ്മൾ ചിത്രശലഭ ഗാർഡൻ ഉദ്ദേശിക്കുന്ന ഉദ്യാനം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ പുനർനിർമ്മിക്കുക, പ്രകൃതിയിലെ ചിത്രശലഭങ്ങൾക്കുള്ളതുണ്ടാക്കുക. അതുപോലെയാണ് പക്ഷികൾക്കിപ്പം നമ്മൾ കുറച്ച് പഴച്ചെടികളോ അങ്ങനെയുള്ള പപ്പായ പോലുള്ള മരങ്ങളോ ചെറി പോലുള്ള മരങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കോവിഡ് സമയത്ത് കൂടുതൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പക്ഷികൾ, കാട്ടിൽ കാണുന്ന പക്ഷികൾ വരെ വീട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പൂക്കളൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ കാട്ടിൽ കാണുന്ന ചിത്രശലഭങ്ങൾ വരെ തേൻ കുടിക്കാനും മുട്ടയിടാനും ഒക്കെ നമ്മുടെ വീട്ടുവളപ്പിലെത്തും. അങ്ങനെ പ്രകൃതിയിലേക്ക് ചില ചെറിയ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുട്ടികളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. ചെടികൾ വളർത്തി കൊടുക്കുക, ചെറിയ പഴമരങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നട്ടുവളർത്തി കൊടുത്തു കഴിഞ്ഞാൽ പക്ഷികളെയും ചിത്രശലഭങ്ങളെയും നമുക്ക് ആകർഷിക്കാനും അവയെ പഠിക്കാനൊക്കെ കഴിയും. അങ്ങനെയാണ് നമ്മൾ സ്കൂൾ കുട്ടികളിലേക്ക് ഇതിലേക്ക് ആകർഷിക്കുകയും അവർ വളരെ കാലം ഇതിലേക്ക് തുടർന്ന് പോവുകയും. അപ്പം നമ്മളിപ്പോൾ ഈ പക്ഷി നിരീക്ഷണം ആയിരുന്നാലും ശലഭ നിരീക്ഷണം ആയിരുന്നാലും നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പർട്ടിക്കുലർ ഒരു സമയമൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് അല്പസമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാട് കാണാൻ കഴിയുമോ, ചിത്രശലഭം നിരീക്ഷിക്കാൻ കഴിയും, അതുമാത്രം മതി. അതാണ് പ്രൊഫസർ KK നീലകണ്ഠൻ പറയുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഒരു സമയം എന്നില്ല. ഏത് സമയത്തും നമുക്ക് നോക്കാം, ഏത് സമയത്താണെങ്കിൽ നമുക്ക് നോക്കാതിരിക്കാം. നമ്മുടെ ജീവിതവൃത്തി അതനുസരിച്ച് കൊണ്ടുപോകാനും കഴിയും.
അല്ലാതെ ഒരു പക്ഷിയെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തിയാലോ അല്ലെങ്കിൽ ചിത്രശാസ്ത്ര ഗവേഷണം നടത്തിയാലോ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊന്നുമില്ല. ഏത് സാധനങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മൾ പൊതുവേ ഈ പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനു വേണ്ടി ഉള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ക്യാമറ, അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വേണം എന്നൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പക്ഷി നിരീക്ഷണ തുടക്കകാലത്ത് ഇതൊന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ കണ്ണും നമ്മുടെ കാതും മാത്രം മതി നമുക്ക് പക്ഷി നിരീക്ഷണം. ഞാൻ പക്ഷി നിരീക്ഷണം തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളം എനിക്ക് ബൈനോക്കുലർ ഇല്ലായിരുന്നു. ഇപ്പം നീലകണ്ഠ സാറിൻ്റെ ഒക്കെ പോകുമ്പോൾ സാറിൻ്റെ എന്നുള്ള ബൈനോക്കുലർ അദ്ദേഹം തരികയോ, അതുപോലെ മുതിർന്ന അന്നത്തെ പക്ഷി നിരീക്ഷകർ പി കെ ഉത്തമൻ, അഡ്വക്കേറ്റ് നമശിവായൻ തുടങ്ങിയ മുതിർന്ന പക്ഷി നിരീക്ഷകർ അവരുടെ ബൈനോക്കുലർ നമുക്ക് തരിക, അതിൽ കൂടെ നോക്കുകയും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി അന്നെനിക്കൊന്ന് അത്രയും നമ്മുടെയൊക്കെ സാമ്പത്തിക ഇതിപ്പോൾ നമ്മുടെ പൊതുവേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം തന്നെ വീട്ടുകാർ ബൈനോക്കുലറൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ബൈനോക്കുലർ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും ഡിജിറ്റൽ ക്യാമറ വന്നതോടുകൂടി അതിൻ്റെ ഒരു ഇതെല്ലാം മാറി. പണ്ട് നമ്മൾ എല്ലാം പുസ്തകത്തിൽ എഴുതുകയും കുറിച്ചിടുകയും ഒക്കെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പം വളരെ ക്ലോസ് ആയിട്ട് എൻ്റെ പടങ്ങൾ എടുത്തിട്ട് പിന്നീട് നമുക്കത് നിരീക്ഷിക്കാൻ പറ്റും. വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് പക്ഷി നിരീക്ഷണമൊക്കെ. അതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ, കുട്ടികൾ, അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും വളരെയധികം നന്നായിട്ട് പക്ഷികളെ നോക്കാനും വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഈ നെറ്റിലൊക്കെ ഉണ്ട്. അപ്പം മെർലിൻ പോലുള്ള ആപ്പുകൾ, അതിൽ നമ്മൾ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ലെൻസിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വരും. വളരെ ശബ്ദങ്ങൾ, ഈ ബേർഡ് പോലുള്ള അതിൽ ശബ്ദങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട് വളരെ ഈസി ആയിട്ട്. നമ്മുടെ കാലത്ത് നമ്മളൊരു പുസ്തകം തേടി ലൈബ്രറിയിലൊക്കെ ഒരുപാട് കാലം കേരളത്തിലെ പക്ഷികളും അതുപോലെ സാലിമേലയുടെ ബുക്കൊക്കെ തേടി ഒരുപാട് നടന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ കുറച്ചൊരു അതിൻ്റേതായ ഒരു ലേസിനെസ്, അലസത വരുന്നുണ്ട്. വളരെ കീനായിട്ട് ചില ഒബ്സർവേഷൻ ഉണ്ടല്ലോ, എനിക്ക് പടം എടുക്കാൻ പറ്റുമല്ലോ, പടം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്, അല്ലാതെ സീരിയസ് ആയിട്ട് നോക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ IT മേഖലയിൽ ഒരുപാട് പേര് ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് ഒരുപാട് എളുപ്പത്തിൽ ക്യാമറയൊക്കെ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ ഇതിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് സുവോളജി, ബയോളജി അങ്ങനെയുള്ള കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ പക്ഷി പ്രകൃതിയിലേക്ക് വരുന്നത് എൻജിനീയറിങ്, അതുപോലെ IT ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കാര്യം സുവോളജിയും ബയോളജി അവർ ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ടാവാം അവർക്കതൊരു അത്രത്തോളം അതിനോടൊരു ഇതുണ്ടാവാത്തത്. പക്ഷേ എൻജിനീയറിംഗ് ഒക്കെ അവർക്ക് കുറച്ചധികം ഭയങ്കര തിരക്കിനൊക്കെ ഇടയ്ക്കുള്ള ഒരു ടെൻഷൻ റിലീസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് എൻജിനീയറിംഗ് അതുപോലെ തന്നെ IT ഫീൽഡിലുള്ളവരൊക്കെ പക്ഷി ഇതിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ടായിരിക്കും പറയാം? യേശുദാസിൻ്റെ മേഘം പൂത്തു തുടങ്ങി തൂവാനത്തുമ്പികൾ വളരെ നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഇതും കൂടിയാണ്. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്, അത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിലാണ്, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിൻ്റെ സംഗീതം. സാർ പറഞ്ഞ പോലെ യേശുദാസ് പാടിയ പാട്ടാണ്. ആ പാട്ട് കേട്ടു. ഈ വാർബ്ലേഴ്സ് ആൻഡ് വേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന വളരെ ആക്റ്റീവായി കഴിഞ്ഞ 3 പതിറ്റാണ്ടായി 35ാമത്തെ വർഷമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിനെ കുറിച്ച് എന്താണ് അങ്ങനെ ആലോചിച്ചത്? 1987-86-87 തോന്നി. തേക്കടി ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഏഷ്യൻ വാട്ടർഫോൾ സെൻസസ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നീർപക്ഷി സെൻസസ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പക്ഷി നിരീക്ഷണ തുടക്കക്കാരൻ തിരുവനന്തപുരത്തുള്ള കുറച്ച് പേര് ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നമുക്കൊരു ഡേറ്റാ ഷീറ്റ് ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ പോസ്റ്റിൽ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു 6-7 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 90 ആയപ്പോൾ നമ്മൾ പലപ്പോഴും ഒരുമിച്ച് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്കത് ഒരുമിച്ചൊരു സംഘടനയായിട്ട് രൂപീകരിച്ചിട്ട് നമുക്ക് അയച്ചു കൊടുത്തുവിടുകയും ചോദിച്ചു. അന്ന് നമുക്ക് അതിനവരുടെ കോംപ്ലിമെൻ്ററി പക്ഷിയുടെ പുസ്തകമൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. വാർബ്ലേഴ്സ് എന്നാണ് ആദ്യം അതിന് പേരിട്ട്. വാർബ്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടും കുരുവിയും വനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങളിത് നീലകണ്ഠ സാർ എന്നുള്ള സമയമാണ്. അപ്പോൾ നീലകണ്ഠ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ വാർബ്ലേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കൊള്ളാം, നല്ലതാണ്. അപ്പോൾ സാറിന് വാർബ്ലേഴ്സ് എന്ന് പറയുമ്പം ഈ കാടിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അന്ന് തണ്ണീർത്തടങ്ങൾക്ക് ഉള്ള ഇമ്പോർട്ടൻസ് കുറച്ച് തുടങ്ങിയിട്ടുള്ള കാലമാണ്. അപ്പോൾ സാറ് എന്തുകൊണ്ട് നമുക്ക് തണ്ണീർത്തടങ്ങളും കൂടെ സംരക്ഷിക്കത്തക്കവണ്ണം ഒന്ന് ചെയ്തുവിടാന്ന്. അപ്പോൾ നമുക്ക് ഒരു നിവൃത്തിയില്ല, വാർബ്ലേഴ്സ് എന്നൊരു പേര് കിട്ടുപോയി. അങ്ങനെയാണ് വാർബ്ലേഴ്സ് ആൻഡ് വേഡേഴ്സ് എന്നായത്. വേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരപ്പക്ഷികൾ. പലർക്കും വന്നത് ഒട്ടും മനസ്സിലാക്കാത്ത ഒരു തരം, എന്താണ് ഈ വാർബ്ലേഴ്സ്, എന്തിന് ഇങ്ങനെ ഒരു പേര്, വളരെയധികം നല്ല പേരുകൾ അന്ന് തപോവനമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഗസ്ത്യ അങ്ങനത്തെ പേരിൽ കൊടുത്തിടാൻ ചോദിച്ചു. പക്ഷേ നമ്മൾ ഇതാണ് നമ്മുടേത്. അപ്പം സേവ് ഗ്രീനറി, കൺസേർവ് വെറ്റ്ലാൻഡ്സ് ആണ് നമ്മുടെ ഹരിതാപം നിലനിർത്തുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ 1990 തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഈ സംഘടന. ഇപ്പോൾ 35 വർഷമായിട്ട് അത് തുടർന്ന് പോരുന്നു. ഒരുപാട് പക്ഷികളെ കാണുന്നു. ഇപ്പോൾ പക്ഷികളെ കാണുന്നത് വനങ്ങളിൽ മാത്രമല്ല, സാർ സൂചിപ്പിച്ച പോലെ തണ്ണീർത്തടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ ദേശാടന പക്ഷികളുടെ സീസൺ കാലത്ത് കൂടിയാണ്. ഇത്തവണത്തെ സീസണിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഇത്തവണ പൊതുവേ തണ്ണീർത്തടങ്ങളിലെ പക്ഷികളുടെ എണ്ണത്തിലൊരു കുറവ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പരമ്പരാഗതമായിട്ട് പക്ഷികൾ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് ആക്കുളമായിരുന്നാലും പുഞ്ചക്കരി, വെള്ളയാണി, അതുപോലെ കൊല്ലത്തെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പക്ഷികൾ വലിയ തോതിൽ വെള്ളനാത്തുരത്ത് എന്നൊക്കെ പറഞ്ഞ കരുനാഗപ്പള്ളി അവിടെയൊന്നും വലിയ തോതിൽ പക്ഷികളെ കാണുന്നില്ല.
പക്ഷെ പല യൂട്യൂബ് ചാനലിലും പുതിയ തുടക്കക്കാർ കുറേ സാധാരണ ആൾക്കാർ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിനടുത്ത് ആയിരക്കണക്കിന് പക്ഷികളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പക്ഷികൾ പരമ്പരാഗതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും അവയ്ക്ക് ആഹാര ദൗർലഭ്യവും മനുഷ്യൻ്റെ സാമീപ്യവും കൊണ്ട് വേറെ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറയുന്നതായിട്ടല്ല, നമ്മൾ ഈ കുറയുന്നതായിട്ട് നമുക്ക് ഈ കണക്ക് ഇങ്ങനെയാണെങ്കിലും അതിനെക്കുറിച്ച് ഇനി അടുത്ത വർഷം തൊട്ട് നമ്മളത് പഠിക്കാൻ പോകണം. പരമ്പരാഗതമായിട്ടുള്ള ഇത് വിട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിലും കൂടെ നമ്മൾ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ പക്ഷികൾ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒരുപാട് വ്യത്യാസം ഇത്തവണ കണ്ടിട്ടുണ്ട്. നമ്മൾ പരമ്പരാഗത സ്ഥലങ്ങളിൽ വളരെയധികം പക്ഷികൾ കുറഞ്ഞു പോയിട്ടുണ്ട്, പുതിയ സ്ഥലങ്ങളിൽ കുറേ പക്ഷികളെ കാണുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷികൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്രമാതീതമായി കുറഞ്ഞതായിട്ട് നമുക്ക് ഇത്തവണ തോന്നുന്നില്ല. വനാന്തരങ്ങളിൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വനാന്തരങ്ങളിൽ പൊതുവെ പക്ഷികൾ കുറഞ്ഞിട്ടില്ല, പക്ഷികൾ അതുപോലെ തന്നെ ഉണ്ട്. നമ്മുടെ തണ്ണീർത്തടങ്ങൾക്ക് കുറച്ച് കേരളം ഒട്ടുക്ക് ഇത് തന്നെയാണ്. ഇപ്പം കോൾ വെറ്റ്ലാൻഡ്സിലെടുത്താലും കണ്ണൂരിലെടുത്താലും ഒക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഇത് വിട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിലും കൂടെ നമ്മൾ പഠനം നമ്മൾ വ്യാപിപ്പിച്ച് അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് പക്ഷികൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അടുത്ത വർഷം നമ്മൾ പഠനം തുടങ്ങും. ഇത്തവണ ലൈഫർ ഏതെങ്കിലും? ഇത്തവണ ലൈഫർ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ചുഞ്ചക്കരിയിലായിരുന്നാലും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ അമൂർ ഫാൽക്കൺ എന്ന് വിളിക്കുന്ന വളരെ ത്രെറ്റൻഡ് ആയിട്ടുള്ള ഒരു പരുന്തുണ്ട്. അത് മുൻകാലങ്ങളിൽ വരെ നാഗാലാൻഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാർ അതിനെ പിടികൂടുകയും ഒരുമിച്ച് വലിയൊരു മാസമായിട്ടാണ് അവർ സഞ്ചരിക്കുക, അവരെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതിനെ പുഞ്ചക്കരിയിൽ ഒരു 18ഓളം എണ്ണം കണ്ടത് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് അതിൻ്റെ പ്രസൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മുടെ സെൻസസിന് അതിനെ ഒരു 18 എണ്ണം ഒരുമിച്ച് കണ്ടു. ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റിംഗ് പ്രോസസ്സ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? നമ്മൾ കുറച്ചൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചില റെയർ സൈറ്റിംഗ് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. സാധാരണ ഇപ്പം നമ്മളിപ്പോൾ ഒരു വ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വളരെ ലൈറ്റ് മട്ടി പോകുന്ന രീതിയിലുള്ളതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ സീരിയസ് ആയിട്ട് ചില ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് അതിന് ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്. എന്നാലും ഇപ്പോൾ 18 എണ്ണം ഇപ്പോൾ അതങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് ഭാവി തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോഴെല്ലാം ഡിജിറ്റലൈസേഷനും ഇപ്പോൾ എല്ലാം അങ്ങനെയാണ്. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലും ആൾക്കാർ അതെല്ലാം കണ്ട് ഉള്ളു. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഈ 35th ഇയറിൽ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് നമ്മൾ ബുക്കൊക്കെ നമ്മളുണ്ട്. നമുക്ക് 23 years മുമ്പ് നമ്മൾ നെയ്യാർ നടത്തിയ 23 yearsന് ശേഷമാണ് നമ്മളിപ്പോൾ നമുക്ക് നെയ്യാർ നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ആ ബുക്ക് 2002 റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. അതുപോലെ നമുക്ക് വിഷ്വലൈസേഷൻ നമുക്ക് ഡോക്യുമെൻറ്റേഷനും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നെയ്യാർ ഒരു എക്സ്പെഡിഷൻ നടക്കുകയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും നെയ്യാർ ഇടയ്ക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷേ 23 yearsന് ശേഷം നടത്തുമ്പോഴുള്ള ഒരു ആവേശം നമുക്കുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ വേറെ പഠനങ്ങളൊക്കെ നടത്തി ചന്ദ്രുണി അങ്ങനെ കോന്നിയൊക്കെ പോകുമ്പോൾ നമുക്ക് നെയ്യാറിലേക്ക് വരാൻ സമയം കിട്ടില്ല. പക്ഷേ ഈ വർഷം വനംവകുപ്പ് വളരെയധികം കാര്യമായിട്ട് അത് ചെയ്യണമെന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 21 വർഷത്തിന് ശേഷം വീണ്ടും ഒരു മടങ്ങിവരവ് വളരെയധികം ആവേശത്തോടെയാണ് നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരും മറ്റ് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാം ഇത് ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. വരൾച്ച കുറച്ച് കൂടി നേരത്തെ ആയതുകൊണ്ട് ചിലപ്പം ചില പക്ഷികൾ ചിലപ്പോൾ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിലും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നെയ്യാർ ഈ ക്യാമ്പിനെ നമ്മൾ സർവേ നമ്മൾ കാണുന്നത്. നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും? എസ് ജാനകിയുടെ സ്വപ്നം എന്ന സിനിമയിലെ കാണാക്കുയിലെ പാടും ആ പാട്ട്. ONV സലച്ചിതിരി കൂട്ടുകെട്ടിലെ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. സർ, ഇതെല്ലാം പുസ്തകങ്ങളാക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പക്ഷികൾ, കേരളത്തിലെ ശലഭങ്ങൾ പൊതുവേ ഇങ്ങനെയൊക്കെ ശേഖരിക്കുകയും കാണുകയും എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പല ആൾക്കാരും ഇതങ്ങനെ അത്തരത്തിലൊരു പുസ്തകം എന്നൊരു രീതിയിലൊന്നും ഒരു ആശയത്തിലേക്ക് എത്താറില്ല. സാർ എങ്ങനെയാണ് പുസ്തകമാക്കണം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്? ആദ്യമേ ഞാൻ ഈ പ്രകൃതി സംബന്ധമായ പരിസ്ഥിതി സംബന്ധമായ ലേഖനങ്ങൾ എഴുതുമായിരുന്നു അന്നത്തെ കാലത്ത്. അത് മുഴുവൻ കൂടുതലും പരിസ്ഥിതി സംരക്ഷിക്കുക അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ശാസ്ത്ര കേരളം എന്നുള്ള ഇതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പരമ്പര കണ്ടിന്യൂസ് ആയിട്ട് പ്രകൃതിയെ അറിയാനായിട്ട് ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് ഫോട്ടോ ഒന്നുമില്ല, എല്ലാം സ്വന്തം കൈകൊണ്ട് വരച്ചിട്ട് സ്കെച്ച് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഒരു 3-4 വർഷം ആ പരമ്പര ഉണ്ടായിരുന്നു. പ്രകൃതി ആയിരുന്നാലും പക്ഷികളെക്കുറിച്ചും ചിത്രശലഭങ്ങളെക്കുറിച്ചൊക്കെ സ്കെച്ചായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. അതിനുശേഷം ആണ് ഈ പക്ഷികളെക്കുറിച്ചൊരു കുട്ടികൾക്കുള്ളൊരു പുസ്തകമില്ല, അങ്ങനെ ഒരു കൈപ്പുസ്തകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു പുസ്തകം ചെയ്യണമെന്നും ചിത്രശലഭങ്ങളെക്കുറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേരളത്തിലെ സാധാരണ ചിത്രശലഭങ്ങൾ എന്ന പുസ്തകം രചിച്ചു. അപ്പോൾ അവരും തന്നെ പറഞ്ഞു കേരളത്തിലെ സാധാരണ പക്ഷികളെക്കുറിച്ച് എഴുതണമെന്ന്. അങ്ങനെ പക്ഷികളെക്കുറിച്ച് എഴുതി. ഇപ്പം നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ നെഹ്റു ബുക്ക് ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ചിത്രശലഭങ്ങൾ എന്നൊരു പുസ്തകം രചിച്ചിരുന്നു. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നു. അപ്പോഴത്തേക്കാണ് തുമ്പികളെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മാതൃഭൂമിയിൽ തുമ്പികളെക്കുറിച്ചൊരു പരമ്പര ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അവരും ചെയ്യാളോളം പറഞ്ഞു. അന്ന് ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ട്. 75 തുമ്പികളെക്കുറിച്ച് 3 വർഷത്തോളം ലേഖന പരമ്പര എഴുതി. പക്ഷെ അത് പുസ്തകമാക്കാൻ പിന്നെയും വൈകിപ്പോയി. ഇപ്പോൾ ഇന്ത്യയിലെ 100 ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞൊരു മലയാളം പുസ്തകം ഇറങ്ങി NBTയുടെ. അത് തന്നെ 100 ബട്ടർഫ്ലൈസ് ഓഫ് ഇന്ത്യ ഈ വർഷം മാർച്ചിന് അത് പുറത്തിറങ്ങും. അത് കഴിഞ്ഞിട്ട്
തുമ്പികൾ എന്നുള്ള ബുക്ക്, അതും ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെയും കൂടെ ഇതിലാണ്. അതിൻ്റെ രചനയെല്ലാം കഴിഞ്ഞു, എല്ലാം ടൈപ്പ് സെറ്റിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പുസ്തകങ്ങളുടെ പ്രതീക്ഷയാണ് 2025. നമ്മൾ സാധാരണ ഈ ചുറ്റും കാണുമ്പോൾ തുമ്പികൾ ഇത്രയുണ്ട്, 75 ഇനമുണ്ട് എന്നൊക്കെ നമുക്ക് വളരെ കൗതുകമായിരിക്കും കേട്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ. എങ്ങനെയാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? 75 ശരിക്കും കേരളത്തിൽ 150ഓളം ഇനം തുമ്പികളുണ്ട്. പക്ഷികൾ നമുക്ക് ആദ്യമേ ഒരു പേരുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ചിത്രശലഭങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ഇത്രത്തോളം പേര് ചിത്രശലഭങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് തുമ്പിലേക്ക് വരുമ്പോഴും തുമ്പിക്കും അത്രത്തോളം പേരുകളും ഒക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമാണ്. പക്ഷികളെ പഠിച്ചു വരുമ്പോഴത്തേക്കും പേര് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല. ചിത്രശലഭങ്ങൾ വരുമ്പോൾ ആദ്യം കുറേ കാലത്തേക്ക് അതിൻ്റെ പേരൊന്നും നിൽക്കത്തില്ല. പിന്നെ അത് തുമ്പി അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ചില തുമ്പികൾ പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരണമെന്നില്ല. പക്ഷേ ഏത് കുടുംബത്തിൽപ്പെട്ട തുമ്പിയാണെന്നൊക്കെ അറിയാൻ പറ്റും. നമുക്ക് കുറച്ച് കൗതുകമുണ്ടെങ്കിൽ, കുറച്ചധികം നമുക്ക് സമയം നമുക്ക് ചിലവഴിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറ്റും. അതിപ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരുപാട് വലിയ അടുത്തിലൊന്നും വേണ്ട. നമ്മളത് മറ്റുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ബുക്കുകൾ നോക്കി നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെയധികം പ്രോത്സാഹനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രകൃതിയെ കൂടുതൽ നിരീക്ഷിക്കുവാനും ഒക്കെ അതൊരു കൗതുകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വംശനാശ ഭീഷണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ത്രെട്ട് നേടുന്ന, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ത്രെട്ട് നേരിടുന്ന പക്ഷി നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലാണ്. അപ്പോൾ അവയ്ക്ക് അത്രയും വലിപ്പമുള്ള മരങ്ങളുള്ള വലിയ മഴക്കാടുകളിലെ വലിയ മരങ്ങളിലെ അവയ്ക്ക് കൂട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മരങ്ങൾ കുറയുന്നത് കാരണം ഇപ്പം മലമുഴക്കി വേഴാമ്പൽ വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇപ്പം വാഴച്ചാൽ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ട്രൈബൽസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരെ തന്നെ അതിൻ്റെ കാവലാളായിട്ട് നിയമിച്ചുകൊണ്ട് വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് വളരെ നന്നായിട്ട് വേഴാമ്പലിനെ സംരക്ഷിക്കുന്നുണ്ട്. വാഴച്ചാലാകുമ്പോൾ 2 അപൂർവ വേഴാമ്പലുണ്ട്. മലബാർ പൈഡ് ഹോൺബിൽ എന്ന് വിളിക്കുന്ന പാണ്ടൻ വേഴാമ്പൽ, അതും വംശനാശ ഭീഷണി തരുന്നു. അത് പുഴയോര വലങ്ങളിൽ വളരെ കുറച്ച് മലമുഴക്കിടത്ര പോലും കൂട് കിട്ടാൻ കഴിയാത്തൊരു പക്ഷിയാണ്. അതിനെയും സംരക്ഷിക്കുന്നത്. ഈ 2 പക്ഷികളാണ് ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിൽ വംശനാശ ഭീഷണി ത്രെട്ടൻഡ് സ്പീഷീസ് എന്ന് പറയാവുന്ന. വേറെയും കുറേ കാട്ടുപക്ഷികളുണ്ട്. കാട്ടുപനങ്കാക്ക എന്ന് വിളിക്കുന്ന പക്ഷിയുണ്ട്. അതിൻ്റെയും നിലനിൽപ്പ് വളരെയധികം ഭീഷണിയിലാണ്. അങ്ങനെ കുറച്ച് പക്ഷികളുണ്ട്. അവയെ പക്ഷേ ഇപ്പം കുറച്ചധികം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റെ നിയമങ്ങളുള്ളതുകൊണ്ടും വനം വകുപ്പും ആയിട്ട് ചേർന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മൂന്നാർ ഹൈ റേഞ്ചിൽ കാണുന്ന ചില നീലഗിരി പാറ്റാപിടിയൻ, കരിഞ്ചമ്പൻ പാറ്റാപിടിയൻ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ പളനി ലാഫിംഗ് ത്രഷ്, ഈ പൊട്ടിച്ചിരിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുന്ന ചില ത്രഷസ് ഉണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരങ്ങളിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇപ്പം ചൂട് കൂടുന്നതനുസരിച്ച് അതിന് പഠനം അനുസരിച്ച് മുകളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവർക്ക് സ്പേസിലേക്ക് പോകാൻ പറ്റത്തില്ല, അവർക്ക് താഴോട്ടിറങ്ങി വരാനും പറ്റത്തില്ല, ആ ഹാബിറ്റാറ്റിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവയും വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ്. അവയെ സംരക്ഷിച്ച് കൊണ്ടുപോയാലും നമുക്ക് മുന്നോട്ട് അതിനെയൊക്കെ നിലനിർത്താൻ പറ്റും. അതുപോലെ ചിത്രശലഭങ്ങളുണ്ടാവും ഉയരങ്ങളിൽ താമസിക്കുന്ന, തുമ്പികളുണ്ട് ആ എലവേഷനിൽ താമസിക്കുന്ന. അതൊരു പ്രധാനപ്പെട്ടാണ്. ബാക്കി മലമ്പുഴയ്ക്ക് നമുക്ക് മരങ്ങളൊക്കെ സംരക്ഷിച്ച് നിലനിർത്തി നമുക്ക് കുറച്ചുകൂടി സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് അന്തരീക്ഷ താപമാനം കൂടി വന്ന് മുകളിലേക്കുള്ള പളയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ പക്ഷികൾക്ക് താഴേക്ക് വന്ന് ജീവിക്കാനുള്ള അനുകൂലതയില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ്. അത് എങ്ങനെ ഓവർകം ചെയ്യും, എങ്ങനെ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രീയമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? പി സുശീലയുടെ ഇതിലെ അശ്വമേധത്തിലെ 7 സുന്ദര രാത്രികൾ എന്നുള്ള പാട്ട്. വയലാർ ദേവരാജൻ, പി സുശീല, ഗംഭീരമായ പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. 80കൾ മുതൽ ഒരുപാട് ബേർഡിംഗ് ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് വളരെ ഏതെങ്കിലും ഒരു ബേർഡിനെ കാത്തിരുന്ന് കിട്ടിയ നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറേ പക്ഷികളുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വേഴാമ്പലിനെ തന്നെ എനിക്ക് കൂട് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു, മലമുഴക്കിയുടെ. അതിങ്ങനെ എൻ്റെ അന്തരിച്ചു പോയ വളരെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു KV എൽദോസിനോടൊപ്പം ഇടമലയാറിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തൊരു മരത്തിൽ കൂട് വെച്ചു. ഒക്കെ ഞങ്ങൾ വിചാരിക്കുന്ന പക്ഷികൾ ഇപ്പോൾ കൂട് വയ്ക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഓടിച്ചെന്ന് കാണാമെന്നുള്ളതാണ്. പക്ഷേ മലമുഴക്കി വേഴാമ്പൽ വളരെയധികം കരുതലുള്ള പക്ഷിയാണ്. അത്രയും വലിയ പക്ഷി. അതൊരു 100 കൂടുതലടി പൊക്കമുള്ള മരത്തിലായിരുന്നു അത് കൂട് വെച്ചത്. വളരെ ഉയരത്തിലാണ്. പക്ഷേ അത് എന്തെങ്കിലും ചെറിയ അനക്കം, നമ്മൾ വിഷക്കൂട്ടങ്ങൾക്കിടയിൽ പൊന്തയിൽ നമ്മൾ ഒളിച്ചിരുന്നിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും ഒരു അനക്കം കണ്ടു കഴിഞ്ഞാൽ ആ പക്ഷി ഒരിക്കലും അടുത്ത് വരില്ല. അപ്പോഴാണ് മനസ്സിലായത് പക്ഷികൾ ഏത് പക്ഷിയായിരുന്നാലും വളരെ അത്രയും ഉയരത്തിൽ നിന്നത് നമ്മളെ കാണുന്നുണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ. അതൊരു വല്ലാത്ത അനുഭവം. അതിന് വേഴാമ്പലിനെ കൂട് തേടിയിട്ടുള്ള ഒരു യാത്ര ആദ്യമായിട്ടാണ് വേഴാമ്പലിനെ അത്രയും അടുത്ത് കാണുന്നത്. വേഴാമ്പലിനെ കൂട് തന്നെ പ്രത്യേകത ഉണ്ട്. കാര്യം കൂട് അകത്ത് പെൺപക്ഷി കയറിയിട്ട് ആൺപക്ഷി പുറത്തുനിന്ന് അതിൻ്റെ ഉമിനീരെല്ലാം കൊണ്ട് കൂട് അടച്ചിട്ട് പിന്നെ ആ ഒരു കൂട് തീരുന്നവരെയുള്ള അതിനകത്തുള്ള ആണ് താമസിക്കുക പെൺപക്ഷി. ആൺപക്ഷി കൊടുക്കുന്ന തീറ്റ മാത്രമേ അതിനുള്ളൂ. അത് കഴിഞ്ഞിട്ട് തൂവലെല്ലാം പൊഴിച്ചിട്ട് ഒരു തൂവലും ഇല്ലാതെ വീണ്ടും പുതുതായിട്ട് മുളച്ചു വരുന്ന തൂവലുമായിട്ടാണ് പെൺപക്ഷി പുറത്തു വരിക. അപ്പോൾ അത് കാണുവാൻ പറ്റിയ ഒരു വലിയ ഒരു ഇതായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷി നിരീക്ഷണത്തിൽ.
ഇതൊക്കെ കേട്ടിട്ട് പല ആൾക്കാർക്കും പക്ഷി നിരീക്ഷണത്തിലോട്ടൊക്കെ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് പക്ഷി നിരീക്ഷിക്കാൻ നമുക്ക് കുറച്ച് ക്ഷമയും കുറച്ച് സമയവും ചെലവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പക്ഷി നിരീക്ഷണം നടത്താൻ പറ്റും. അതിന് ഒരുപാട് ഇപ്പോൾ ആധുനിക ഉപകരണങ്ങളോ മറ്റു ബൈനോക്കുലറോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. നമുക്ക് ചുറ്റുപാടുള്ള പക്ഷികളെ നോക്കുക. നമ്മൾ കുറച്ച് വളരെയധികം നിശ്ചലമായിട്ടിരുന്ന് കഴിഞ്ഞാൽ വളരെ അടുത്ത് വരും. എൻ്റെ വീട്ടിലാണെങ്കിൽ മണ്ണാത്തിപ്പിള്ള എന്ന് പറഞ്ഞ പക്ഷിയൊക്കെ വളരെ അടുത്താണ് വരിക. എൻ്റെ സമീപം പോലും അത് ശ്രദ്ധിക്കാറില്ല. അതുപോലെ കിങ് ഫിഷർ, മീൻ കൊത്തിച്ചാത്തെന്ന് വിളിക്കുന്ന കിങ് ഫിഷർ, അത് വളരെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ കുറേ പക്ഷികളെ നമുക്ക് അങ്ങനെ നമ്മളവയെ ശല്യം ചെയ്യുന്നില്ല, നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ അടുത്ത് വരും. നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ കഴിയും, നിരീക്ഷിക്കുവാനും കഴിയും. ഒരു പ്രയാസമുള്ളൊരു കാര്യമല്ല പക്ഷി നിരീക്ഷണം. എല്ലാവരും വിചാരിക്കും പോലെ വളരെ പഠിക്കണം, നമുക്ക് വളരെയധികം ശാസ്ത്രീയ ജ്ഞാനം വേണം, അങ്ങനെയൊന്നും വേണ്ട. പിന്നീട് ക്രമേണ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു രീതി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷികൾ നിരീക്ഷണം. ചിറകുള്ള അയൽക്കാരെന്നാണ് നീലകണ്ഠൻ സാർ എന്നെ, നമ്മുടെ അയൽക്കാരൻ നമുക്ക് നോക്കാനുള്ള ഒരു മനസ്സുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തുടങ്ങാനിരിക്കുന്ന ക്യാമ്പ് ഉൾപ്പെടെ തുടർ പ്രവർത്തനങ്ങൾക്കെല്ലാം ആശംസകൾ നേരുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന് നന്ദി. നന്ദി, നമസ്കാരം. പക്ഷി നിരീക്ഷകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ സി സുശാന്ത് കുമാർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.